നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരം ഫലങ്ങളെ നൽകുമെന്നുള്ള വിഷയമാണ് പറഞ്ഞു വന്നിരുന്നത്. അശ്വതി മുതൽ ഉത്രം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറഞ്ഞു. ഇന്ന് നാം അതിന്റെ തുടർച്ചയായിട്ട് അത്തം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പ്രതിപാദിക്കാം. ജീവിതത്തിൽ ചില വർഷങ്ങൾ സാധാരണ വർഷങ്ങളല്ല. ഗ്രഹങ്ങളുടെ സഞ്ചാരം തന്നെ വിധിയെ മാറ്റുന്ന കാലഘട്ടമാണ്. കൊല്ലവർഷം 1202 അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പുരോഗതിയും ഒക്കെ ലഭിക്കുന്ന അപൂർവ വർഷമാകുമോ? കഴിഞ്ഞ കുറെ വർഷങ്ങളായി അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി ജീവിതം വീണ്ടും പുതിയ പ്രതീക്ഷകളിലേക്ക് കടക്കുന്ന കാലം. എന്നാൽ രാഹുർദശയും ശനിദശയും അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് അല്പം കൂടി ദോഷഫലങ്ങൾ ഇനി പറയുന്നതിൽ നിന്നുണ്ടാകാം. ഗുണഫലങ്ങൾക്ക് അല്പം കുറവുണ്ടായേക്കാം. മറ്റുള്ള ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ നല്ല ഫലങ്ങളെ കിട്ടിയെന്നും വരാം. ദതിശങ്ക തുഷാരഭം ക്ഷീരോദ്ധാരണവ സംഭവം നമാമി ശശനം സോമം ശംഭോർ മൗഢഭൂഷണം. പാലാഴിയിൽ നിന്ന് ഉദിച്ചുയർന്ന ശിവന്റെ മസ്തകാഭരണമായിട്ടുള്ള ചന്ദ്രഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ചന്ദ്രന്റെ നക്ഷത്രമായിട്ടുള്ള അത്തം നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് നമുക്ക് കടക്കാം. ചന്ദ്രന്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രം കന്നിക്കൂറിലാണ് വരുന്നത്. 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷകാലത്തെയാണ് നാം പരിഗണിക്കുന്നത്. ഈ വർഷം മാനസികമായിട്ടുള്ള ഒട്ടനവധി സന്തോഷങ്ങളും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും ലഭിക്കുന്ന വർഷം തന്നെയായിരിക്കും. ഈ വർഷത്തെ വ്യാഴത്തിന്റെയും ശനിയുടെയും സഞ്ചാരപഥങ്ങൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കും എന്ന് തന്നെ പറയണം. ശനി 7-ലാണ്, കണ്ടകശനിയാണ്. അതിനുശേഷം 8-ാം രാശിയിലേക്കൊക്കെ മാറുന്നുണ്ട്. എന്നാൽ കൂടുതൽ കാലവും വ്യാഴം അനുകൂലത്തിലായതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയിലേക്ക് പതിക്കുന്നതും ഒക്കെ കൊണ്ട് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ട് ഗ്രഹങ്ങളും കൂടാതെ രാഹുകേതുക്കളും ഒക്കെ നല്ല ഫലങ്ങളെ തന്നെ തരും എന്ന് തന്നെ പറയാം. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ചില വൈകല്യങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും ഉണ്ടായേക്കാം. ബന്ധങ്ങളിൽ അകലമുണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഇതൊക്കെ ദശാകാലത്തെ കൂടി അനുസരിച്ചാണ്. ശനിദശയാണ്, രാഹുദശയാണ് എങ്കിൽ ഈ ദോഷഫലങ്ങൾ അതേപോലെ വന്നു എന്ന് വരാം. മറ്റുള്ള ദശാകാലങ്ങളുള്ളവർക്ക് ഈ ദോഷങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കാനും സാധ്യതയുണ്ട്. പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക വ്യതകൾക്കും അസ്വസ്ഥതകൾക്കും തടസ്സങ്ങൾക്കുമൊക്കെ ഈ വർഷം വലിയ മാറ്റം ലഭിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. കാര്യപ്രാപ്തി ഉയരുന്നതാണ്. വിവേകപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. മനസ്സിനിണങ്ങിയ കാര്യങ്ങൾ ചെയ്യാനും തീർത്ഥയാത്രകളൊക്കെ നടത്താനും ഈ വർഷം നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ഈ വർഷം ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകാം. ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാം. പഴയ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം ഉണ്ടാകാം. മഴ മാറി വെയിൽ നീളുന്ന വാനിൽ നിലാവായി പുഞ്ചിരിക്കുന്നു നിങ്ങളുടെ നാളുകൾ. മങ്ങിയ സ്വപ്നങ്ങൾ വീണ്ടും മനസ്സിൽ പൂക്കളായി വിടരട്ടെ. ഇനി അത്തം നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ തൊഴിൽ അവസ്ഥയൊന്ന് പരിശോധിക്കാം. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റം, പ്രമോഷൻ, ശമ്പള വർധന എന്നിവയൊക്കെ ലഭിക്കാം. വിദേശത്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനും വ്യാപാരത്തിൽ വികസനം ഉണ്ടാക്കാനും പുതിയ നല്ല പങ്കാളിത്തങ്ങൾ ലഭിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും ഒക്കെ സാഹചര്യം ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നും ഉന്നത അധികാരികളിൽ നിന്നും ഒക്കെ നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ രാഹുർദശയും ശനിദശയൊക്കെ ഉള്ളവരാണെങ്കിൽ വിശ്വാസവഞ്ചന നേരിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. നിക്ഷേപത്തിൽ നഷ്ടം, മാനസിക സമ്മർദ്ദം എന്നിവയും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഈ ദശാകാലങ്ങളുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. പലരും ചോദിക്കാറുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച്. നക്ഷത്രങ്ങളുടെ ഇത്തരത്തിൽ ഗോചരം എങ്ങനെ പറയാം എന്നുള്ളതാണ്. നക്ഷത്രം പറയുമ്പോഴാണ് നമുക്ക് ദശാകാലം കൂടെ ഘടിപ്പിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുക. ഇനി അത്തം നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ സാമ്പത്തിക അവസ്ഥയൊന്ന് പരിശോധിക്കാം. പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്ന സമയമാണ്. ദീർഘകാലമായി കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കുന്നതാണ്. ഭൂമി വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നതാണ്. വീട് നിർമ്മാണത്തിനും യോഗമുണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചന്ദ്രന്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ചെലവുകളൊക്കെ വികാരത്തിന് അടിമപ്പെട്ട് ധനനഷ്ടം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കേണ്ടതുമാണ്. ആഡംബര ചിലവുകൾ, അനാവശ്യമായിട്ടുള്ള കടബാധ്യതകൾ വരുത്തിവെക്കുക എന്നിവയും ഒഴിവാക്കുക. ഇനി അത്തനക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ കുടുംബജീവിതം ഒന്ന് പരിശോധിക്കാം. കുടുംബജീവിതം പൊതുവെ സന്തോഷകരവും സമാധാനപൂർണമായിരിക്കുന്ന ഒരു വർഷമാണ്. ദാമ്പത്യ കാര്യത്തിൽ ഐക്യം വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൊതുവെ കുടുംബപരമായി നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമാകുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ല ദശാകാലങ്ങളുള്ളവർക്ക് വിവാഹയോഗം, സന്താനഭാഗ്യം, പുതിയ വീടിനുള്ള ശ്രമം അല്ലെങ്കിൽ വീട് പുതുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ, വാഹനം വാങ്ങുക എന്നിവയ്ക്കും സാഹചര്യം ഒരുങ്ങുന്നതാണ്. ഇനി അത്തനക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ ആരോഗ്യം ഒന്ന് പരിശോധിക്കാം. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന വർഷമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കൂടി പറയാം. അമിത ചിന്ത ഒഴിവാക്കുക, ഉറക്കം മതിയായി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുക. കൂടാതെ മാനസികമായി ക്ഷീണം അനുഭവപ്പെടാനും അലർജി, ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ ശല്യപ്പെടുത്താനും സാഹചര്യമുണ്ട്. രാഹുർദശയും ശനിദശയും ഉള്ളവർക്കാണെങ്കിൽ നാഡീ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. മുട്ടുവേദന, മാനസിക സമ്മർദ്ദം, ഭയം എന്നിവയും ഉടലെടുത്തേക്കാം. അത്തനക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ യാത്രാഭാഗ്യം എന്നീ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശ യാത്രയ്ക്കും യോഗമുണ്ടാകും. ജോലി സംബന്ധമായിട്ടും കൂടുതൽ യാത്ര ആവശ്യമായി വന്നേക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അനുകൂല ഫലങ്ങൾ നൽകും. ചില യാത്രകളൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. ഇനി അത്തനക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ പ്രണയം, വിവാഹം എന്നീ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. അവിവാഹിതർക്ക് വിവാഹയോഗം ശക്തമാകുന്നതാണ്. നല്ല ബന്ധങ്ങൾ ഉടലെടുക്കാം. പ്രണയങ്ങളൊക്കെ വിവാഹത്തിലേക്ക് വഴിമാറാം. കുടുംബത്തിൽ അതിനുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും പരസ്പരം മനസ്സിലാക്കലും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ഇനി അത്തനക്ഷത്രക്കാരുടെ ഓരോ പാദങ്ങളിലുള്ള വ്യത്യസ്ത ഫലങ്ങളെ കൂടി പറയാം. ഒന്നാം പാദക്കാർക്ക് തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകുന്ന വർഷമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്നതാണ്. രണ്ടാം പാദക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിക്കുന്ന സമയമാണ്. മൂന്നാം പാദക്കാർക്ക് കൂടുതലായി സുഹൃത്തുക്കളെ പുതിയതായി ലഭിക്കുന്നു. വിദേശ യാത്രകൾക്ക് സാധ്യത. നാലാം പാദക്കാർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ശത്രുശല്യങ്ങൾ ഇല്ലാതാകുന്നതാണ്. സ്വസ്ഥതയുണ്ടാകുന്നതാണ്. ഇനി അത്തനക്ഷത്രക്കാർ പുതുവർഷത്തിൽ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെ പറയാം. തിങ്കളാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഉറപ്പായിട്ടും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദുർഗാദേവി, ഭദ്രകാളി എന്നീ ദേവതകളെ ആരാധിക്കുക. ലളിത സഹസ്രനാമം പതിവായി ജപിക്കുക. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധാര നടത്തുക. കൂവളമാല സമർപ്പിക്കുക. ഓം നമഃശിവായ മന്ത്രം നിത്യം ജപിക്കുക. ശനിദശയും രാഹുർ ദശാകാലവും ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിക്കുക. എള്ളു പായസം നടത്തുക. ശനീശ്വര ക്ഷേത്രമോ ശാസ്താക്ഷേത്രമോ ഹനുമാൻ ക്ഷേത്രമോ ദർശനം നടത്തുക. ഓം പ്രാം പ്രീം പ്രൗം സ ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. കുറഞ്ഞപക്ഷം എല്ലാ ശനിയാഴ്ചകളിലും 108 പ്രാവശ്യം ജപിക്കുക. കൂടാതെ സർപ്പക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകളെ ചെയ്യുക. പൗർണമി ദിവസങ്ങളിൽ ഓം സോമായ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. ഇത് മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഒക്കെ നൽകും. പരിഹാര കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദാനം തന്നെയാണ്. വിശക്കുന്നവർക്ക് അന്നം ദാനം ചെയ്യുക. വെളുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും ഫലപ്രദമാണ്. ഇനി അത്തനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. വികാരാധീനമായിട്ടുള്ള തീരുമാനങ്ങളും സംസാരങ്ങളും ഒഴിവാക്കുക. അനാവശ്യമായി കടം വാങ്ങാതിരിക്കുക. ആരോഗ്യ പരിശോധനകളും ആരോഗ്യ ശ്രദ്ധയും മുടക്കാതിരിക്കുക. വിശ്വസിക്കാനാവാത്ത സ്ഥാപനങ്ങളിലും ആളുകൾക്കും പണം കൊടുക്കാതിരിക്കുക. അതായത് നിക്ഷേപം നടത്താതിരിക്കുക. അത്തനക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 ആണ്ട് പ്രതീക്ഷയും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന വർഷം തന്നെയായിരിക്കും. ചന്ദ്രന്റെ അനുഗ്രഹത്തോടെ സമാധാനം, മാനസിക സന്തോഷം, സാമ്പത്തിക വളർച്ച, കുടുംബസൗഖ്യം, ആത്മീയമായിട്ടുള്ള ഉണർവ് എന്നിവയൊക്കെ ഉറപ്പായും ലഭിക്കും. എല്ലാം കൈവരുന്ന സമയമാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേ. മനോരഥത്തിൽ പ്രവർത്തിക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഉദ്യമം അഥവാ പരിശ്രമം ചെയ്യുന്നവർക്കാണ് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുക. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഉറപ്പായും ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.